We have to come to our senses. We can't do this anymore. You know it's way too expensive when we are at war. Lately I've been feeling so senseless. Hi sir, welcome to the Alex. സാറിന്റെ ഇൻട്രൊഡക്ഷൻ പറയാം, പേരും പ്രൊഫഷണൽ. എൻ്റെ പേര് ശരത് ജോർജ് എന്നാണ്. ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്യണ ട്രെയിൻ മാനേജറായിട്ട്. ഇതെൻ്റെ അമ്മ റിട്ടയർഡ് HM ആണ്. യൂസർ ലക്ഷറി കാർസിന്റെ ഈ ഒരു മാർക്കറ്റിൽ സാറിന് ഒരുപാട് ചോയ്സസ് ഉണ്ട്. സാർ എങ്ങനെയാണ് BR-Deluxe ചൂസ് ചെയ്തിട്ടുള്ളത്? യാദൃശ്യമായിട്ട് എത്തിയതാ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടില്ല, അല്ലാതെ ഞാനിങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ടതാണ്. പിന്നെ എൻ്റെ ബ്രദറിലോന്റെ ഫാദർ പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് ഇവിടെ പരിചയമുണ്ട്. അപ്പൊ ആള് വഴിയും ഇവിടെ അങ്ങനെ അറിഞ്ഞു. പിന്നെ അങ്ങനെ കയറി കണ്ടപ്പോൾ ഓൾറെഡി ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ റേഞ്ച് റോവറിന്റെ ഡിസ്കവറി. ഫസ്റ്റ് ഞാൻ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് വന്നപ്പോൾ ആൽഡനായിട്ടാണ് പരിചയപ്പെട്ട് അങ്ങനെ ഞാൻ ഡിസ്കവറി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇയർ ബാക്ക് ആയതുകൊണ്ട് പിന്നെ ഒരു മടിയായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് ഇതുമാതിരി പാസ് ചെയ്യുമ്പോഴാണ് ജസ്റ്റ് കയറിയത്. പിന്നെ അങ്ങനെ കയറി കണ്ടു. പിന്നെ ആൽഡൻ തന്നെയാണ് വന്നിട്ടുണ്ടായത്. പിന്നെ സിജോ സാറും ആൽഡ്രിനും പിന്നെ ചാൾസ് ചേട്ടനും അവരെല്ലാവരും സംസാരിച്ച് പിന്നെയാണ് ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് വരാൻ കാരണം. പിന്നെ മറ്റു കുറെ ഷോറൂമുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഇവിടെ കുറച്ചുകൂടി നന്നായി തോന്നി മറ്റേ ഇതിനേക്കാളും. അതും ഒരു കാര്യം തന്നെയാണ്. ഈ ലക്ഷറി സെഗ്മെന്റില് BMW ആണോ ഇഷ്ടം, അതോ ഇവിടെ വന്നതിന് ശേഷം BMW? അല്ലല്ല, BMW എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. BMW ആയിരുന്നു എന്റെ ഒരു ലക്ഷ്യം. ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? BR-Deluxe ആയിട്ടും സെയിൽസ്മാൻ അതേപോലെ സർവീസ് ഒക്കെ? നല്ല സർവീസ് തന്നെയായിരുന്നു. അതായത് സ്റ്റാഫും എല്ലാവരും, പ്രത്യേകിച്ച് സിജോ സാർ, എല്ലാവരും നല്ല ഡീലിംഗ് നല്ലതാ. സാറിന്റെ കസിൻസിനോ ഫ്രണ്ട്സിനോ അങ്ങനെ BR-Deluxe സജസ്റ്റ് ചെയ്യോ? സജസ്റ്റ് ചെയ്യും. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്? ഇതുവരെയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി അറിയുന്നത്. ഓക്കെ, താങ്ക് You and Guns and roses. You and Guns and roses. You and ഹായ്, ഐ ആം ആൽഡ്രിൻ. ഞാനിവിടെ കൺസൾട്ടന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. ഇന്നിപ്പോൾ നമ്മളൊരു ഡെലിവറി ഉണ്ടായിരുന്നു. 3 സീരീസ് ആണ്. കസ്റ്റമർ ഫ്രം പാലക്കാട്. ഹീസ് വർക്കിംഗ് ഇൻ റെയിൽവേ. അപ്പോൾ ആളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BM ആയിരുന്നു. ഒരു അച്ചീവ് ചെയ്യണം, ഒരു നല്ലൊരു മോഡൽ എടുക്കണം, ഒരു അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആളുടെ ഒരു മൈൻഡിലുണ്ടായിരുന്നത്. കസ്റ്റമറുടെ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറായിരിക്കണം. നോർമൽ വൈറ്റ് ഓർ ബ്ലാക്ക് ഒന്നും ആൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു തീമാണ് ആള് മനസ്സിൽ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഷെയർ ചെയ്തപ്പോഴാണ് നമുക്കൊരു അപ്കമിങ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ വരാനുണ്ടെന്നും. അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ 2019 ആണ് വെഹിക്കിള്, 3 സീരീസ് തന്നെ. അപ്പോൾ ആളെ സംബന്ധിച്ച് ആൾക്ക് ആ വണ്ടി വെഹിക്കിൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ വണ്ടി വെഹിക്കിൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വണ്ടി വന്നതിന് ശേഷം ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമറെ വിളിച്ചു. അപ്പോൾ കസ്റ്റമർ പാലക്കാടായിരുന്നു. അപ്പോൾ കസ്റ്റമർ വന്നു, വണ്ടി കണ്ടു, നമ്മൾ പ്രൈസ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തു. അപ്പോൾ ആൾക്കൊരു വെഹിക്കിൾ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ വെഹിക്കിൾ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ നിലവിൽ ആള് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ആൾക്ക് വണ്ടി പിന്നെ അത് കഴിഞ്ഞ് ഫ്യൂച്ചർ വണ്ടിയൊക്കെ ഒന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെതായ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആളൊരു ഫസ്റ്റ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാനും